കാണുന്നത് വിധാൻ സൗദ, നമ്മളെ ബാംഗ്ലൂരിലുള്ള വിധാൻ സൗദൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഗവൺമെൻറ് ഓഫീസാണ്. അപ്പം നമ്മൾ ഏകദേശം പൂന റോഡിലാണ്. പൂന റോഡ് മീൻസ് പൂനെക്ക് ഏകദേശം ഒരു 300 കിലോമീറ്ററേ ഉള്ളൂ, 350 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം നല്ല റോഡാണ് കേട്ടോ. റോഡ് ഞാൻ ശരിക്കും ഗൾഫിലൊക്കെ ഇങ്ങനത്തെ റോഡ് കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മളെ കേരളത്തിൽ ഇങ്ങനത്തെ റോഡില്ല, അതൊരു വാസ്തവമാണ്. പക്ഷേ നല്ല അടിപൊളി റോഡ്, നല്ല നടുവിൽ എന്താ പറയുക പൂന്തോട്ടൊക്കെ ആക്കി വെച്ചത് ഈ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ ഹെൽമെറ്റ് ഇല്ലാത്ത ഒരുപാട് പേര് പോകുന്നുണ്ട് കേട്ടോ. അത്ര സ്ട്രിക്റ്റ് ഒന്നും അല്ലാന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ ഇതൊന്ന് കണ്ടപ്പോൾ ഒന്ന് നിർത്തി കാണിച്ചു തരാൻ തോന്നി. നമ്മളെ നാട്ടിലെ റോഡുകളെ പോലല്ല കേട്ടോ. റോഡുകൾ അടിപൊളിയാണ്. അടിപൊളിയാണെന്നുള്ള സൂപ്പറാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇങ്ങനത്തെ റോഡുകളൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയാൽ കാണുന്ന പോലത്തെ റോഡുകളാണ്. കാരണം അതിനുള്ള റോഡുകൾ ഇവർ ടോള് വാങ്ങുന്നുണ്ട് കേട്ടോ. പൈസ കൊടുത്താലും എന്താണ് പിന്നെ മുതലാണ്. അടിപൊളി റോഡാണ്. പിന്നെ നമുക്ക് 2 വീലറിന് പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 വീലറിന് പിന്നെ അതുകൊണ്ട് അതൊരു സുഖമുള്ള പരിപാടിയാണ്. 2 വീലറിന് നമുക്ക് പിന്നെ സുഖമായിട്ട് എത്രയും വേണേൽ പോവാം. ഇത് പൂനെ മുംബൈ ഹൈവേ ആണ്. നമ്മൾ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പൂനെക്ക് ഏകദേശം 350 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൊലാപ്പൂരിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഇവിടുത്തെ ഈ കൃഷികളൊക്കെ ഗ്രാമക്കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാച്ചിട്ടും കൂടെ ഇറങ്ങിയ കേട്ടോ. കുറച്ച് നേരം ഞാൻ കാണിച്ചു തരാം. വാ. രസമാണ്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ അവർ പണിയെടുക്കാൻ നോക്കുമ്പോൾ നോക്കുകുത്തിയാണ് നമ്മളെ വീടിൻ്റെ മുമ്പിലൊക്കെ വെക്കൂലേ, അതങ്ങനെ വെച്ചാൽ അവിടെ ആളുകൾ പണിയെടുക്കുക. ഒന്ന് പോയി നോക്കാം. പൂവിൻ്റെ കൃഷിയാണ്. നമ്മളെ നാട്ടിൽ ഓണൊക്കെ ആയാൽ ഇവിടുന്നൊക്കെയാണ് വരുന്നത്, കൂടുതൽ വരുന്നത്. ഇതിപ്പം 2 കളറുണ്ട്, മഞ്ഞയുണ്ട്, ഏകദേശം ഒരു എന്താ പറയുക ഒരു റോസ് എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ റോസാറിൻ്റെ കളിയാക്കും. അതിൻ്റെ 2 കളറുള്ള പിന്നെ അപ്പുറത്തൊക്കെ ഫുള്ള് മഞ്ഞയാണ് കാണുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മളെ ചോളം കൃഷി ചെയ്യുന്നതാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാം. എന്താ സ്മെല്ല് അറിയാം. പറിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല, എന്തായാലും പറിച്ചിട്ടില്ല. നല്ല സ്മെല്ല് വേണേൽ ഒന്നൊക്കെ നമുക്ക് പറിച്ച് നോക്കാമെന്നുണ്ട്. ഇടുണ്ട് തല്ല് കിട്ടിയാലോ. വണ്ടി കാരണം ഇതിൽ കുറച്ച് കൂടുതൽ നമ്മളവിടെ കണ്ടിരുന്നു, ഒരുപാട് നോക്കത്തെ തോന്നി. പക്ഷെ അവിടെ ഹൈവേ ആയതുകൊണ്ട് നമുക്ക് വണ്ടി വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ ഇതെന്തെങ്കിലും ഒന്ന് ഇറക്കി നോക്കാം. ഇനി ചിലപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനിയും ഉണ്ടാവും. അപ്പോൾ ഒരു ചാൻസ് ഒക്കെ ഇപ്പോൾ നോക്കാം. നമുക്ക് അപ്പുറത്ത് കൂടി ഒന്ന് പോയി നോക്കാം. മൂപ്പരോടെ ഒന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞ 1 കിലോ തരാം. ഇത്രയും പോകുന്നു മൂപ്പര് ഒന്ന് ചോദിച്ചിട്ട് 1 കിലോ വേണമെന്ന് ചോദിച്ചു. ഓ അടിപൊളി. ചോദിച്ചപ്പോൾ മൂപ്പരൊരു പൂക്കാലം ഒരു കൊട്ട പൂ തന്ന്. അപ്പോൾ നമുക്ക് തിരിച്ച് പോകുന്നതും കൊണ്ട് എന്തായാലും ഇത് കുറേ വെറൈറ്റി ആട്ടോ. ഇതിൻ്റെ യെല്ലോ, പിങ്ക്, എന്താണ് റെഡ്, പിന്നെ ഒരു എന്താ പറയുക ഈ കളേഴ്സ് യെല്ലോവും പിന്നെ അതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ ഇവിടെയും കുറേ ഉണ്ട്. ചെറിയൊരു പണി കിട്ടി കണ്ടില്ലേ. ഇതാണിത്. അവിടെ വലിയൊരു ഗട്ടർ ഹമ്പുണ്ടായിന്, അതിൽ രാത്രി ചാടിയപ്പോൾ നമ്മൾ മൊത്തം അടിച്ചില്ല, അങ്ങനെ പൊട്ടിയതാണ്.
അപ്പോൾ എന്തായാലും ഇവിടെ ഒരു സ്ഥലത്താണ് നിർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വർക്ക്ഷോപ്പ് വെൽഡ് ചെയ്യാം. ഓക്കെ, നോക്കട്ടെ. നമ്മളെ പണി തീർത്ത് തന്നിരിക്കണേ, കുറച്ച് നേരത്തെ പണിയുള്ളൂ. അപ്പോൾ ഇനി നമ്മളിവിടുന്ന് പോവുകയാണ്. എല്ലാം എന്താ അറിയോ, ഇനിയിപ്പം പോകുമ്പോൾ എങ്ങനെയാണെങ്കിൽ അടുത്തതായാലോ ഒരു കഷ്ണമൊക്കെ വെച്ച് കൊടുത്തേക്കുന്നു. അപ്പോൾ ആ പണി കഴിഞ്ഞ് നമ്മളിവിടുന്ന് പോവുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര പിന്നെ സ്റ്റേറ്റിലെത്തി. ഇവിടെ നിന്ന് ഇപ്പോൾ പൂനെക്ക് നേരത്തെ 350 ഇപ്പോൾ ഇനി 310 ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ട്, പിന്നെ അവിടെ ആയിരിക്കും നമ്മൾ സ്റ്റേ ചെയ്യാം. പറ്റെങ്കിൽ നമ്മൾ പൂനെ പിടിക്കാനും നോക്കും. ഏകദേശം 310 നോക്കാം. നല്ല ചൂടൊന്നും ഇല്ലെങ്കിൽ നമ്മളെന്തായാലും അവിടെ പിടിക്കും. ഏകദേശം ഈ കാഴ്ചകളൊക്കെ ഇപ്പോൾ മഹാരാഷ്ട്ര സ്റ്റേറ്റിലുള്ള കാഴ്ചകളാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത്. കാഴ്ചകളെന്ന് പറയാനൊന്നുമില്ല, നേരത്തെ 3 ലൈനായി, ഇവിടത്തെ ഇപ്പോൾ 2 ലൈനായി. അത് ട്രോള് കഴിഞ്ഞു. ട്രോളല്ല കേട്ടോ, ട്രോള്. വണ്ടികളൊക്കെ അടിച്ച് കയറി പോകുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇവിടെയും അത്യാവശ്യം നല്ല റോഡാണ്. 2 ലൈൻ ഉണ്ടെന്നേ ഉള്ളൂ. നടുവിൽ ഗാർഡനൊക്കെ വെച്ചിട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. ഇപ്പം നമ്മൾ GPS നോക്കിയിട്ട് 1 മണിക്കൂറും 41 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കോൽവാറിലെത്തും. അത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 100-150 കിലോമീറ്റർ ആയാൽ പൂനെ എത്തും. ടോട്ടൽ പൂനെക്ക് 310 കിലോമീറ്റർ പെടും. അപ്പോൾ നമ്മൾ അടിച്ചു വിടണമെന്നില്ല, മെല്ലെ പോയാൽ പോരെ, എന്തിനാ അടിച്ചു വിട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ ഡേയിൽ പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. പക്ഷേ നാഴ്ചയാകുമ്പോൾ ഇങ്ങനെ പോകാന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഒറ്റയ്ക്ക് നല്ല പോക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം സൈഡ് പിടിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ ഇനി ഒരു ലൈനും കൂടി വരാൻ സാധ്യതയുണ്ട്, കാരണം അതിനുള്ളൊരു പണി നടന്നുകൊണ്ടിരിക്കുക. ഈ ഇതൊക്കെ പണ്ട് വെച്ച ചെടികളാണ്. അതായത് താഴത്ത്, അതിൻ്റെ തൊട്ട് താഴത്ത് സർവീസ് റോഡുണ്ട്. സർവീസ് റോഡ് ചെയ്യാൻ കാരണം ഈ റോഡിൽ വരുന്നതുകൊണ്ട്. പിന്നെ ഒരു എക്സ്പ്രസ് ഹൈവേ വരുന്നുണ്ട് പൂനെയിൽ. അത് അതിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. അതിലേക്ക് കയറിയാൽ 1500 അങ്ങനത്തെ ഫൈൻ ഉണ്ട് അവിടെ. അതിലേക്ക് നമ്മൾ കയറില്ല. എക്സ്പ്രസ് ഹൈവേ കയറേണ്ട ആവശ്യമില്ല, കാരണം അത് 2 വീലറിന് അലൗഡ് ഇല്ല. അപ്പോൾ ഈ സൈഡിൽ സർവീസ് റോഡ്, ആ സൈഡിലും സർവീസ് റോഡ്, 2 സൈഡിലും ആയിട്ട്. ഈ സൈഡിൽ മരങ്ങൾ വെച്ചിട്ടുണ്ട്, അവിടെയും വെച്ചിട്ടുണ്ട്. സെൻട്രലിൽ പോകുന്നുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ. ഇടയ്ക്കെന്തോ തീയിട്ടതാണോ തീ പിടിച്ചാണോ അറിയില്ല കേട്ടോ. ഇവിടെ കുറച്ച് കരിഞ്ഞതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ഇടയ്ക്ക് കടലാപ്പൂ, പിന്നെ അതെന്ത് ചെടിയാണെന്നറിയില്ല, അത് വെട്ടിയിട്ട് ഏകദേശം പാകാക്കിയാണ്. പക്ഷേ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടില്ല കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റും കൂടി സെൻട്രൽ വെച്ചുകയാണെങ്കിൽ ഏകദേശം നമ്മളൊരു ഫോറിൻ ലുക്കായി. ബോർഡൊക്കെ കാണുന്നുണ്ട്. ഇൻ കേസ് എമർജൻസി നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു പോലീസ് ചെക്കിംഗ് ഒന്നും കാണുന്നില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ 3 കിലോമീറ്റർ അടിച്ച് പോകുന്നില്ല. ആകെ അവിടെ മാത്രമേ പോലീസ് ചെക്കിങ് കണ്ടുള്ളൂ. മറ്റേ പോലീസിനെ കാണുന്നുണ്ട്. അവിടെ ഫുള്ള് റെഡ് കളറായി. ഒരു പ്രത്യേക ലുക്കില്ലേ. നല്ലൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു ജയിലൊക്കെ അടുക്കി വെച്ച മാതിരി പാളികൾ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ആ ചെട്ടികൾ കാണാൻ മൊത്തം കുറേ മലകളുടെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഈ റോഡ് പോകുന്നത്. അതിൻ്റെ ആ മുകളിൽ നിന്നുള്ള വ്യൂ നമുക്ക് കണ്ടത് നല്ല രസം ഉണ്ടായതാണ്. കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നല്ല കണ്ണിന് വളരെ ഇമ്പം നൽകുന്ന കാഴ്ചകളാണ് ഞാൻ കാണുന്നത്. നല്ല മരങ്ങൾ, വിശാലമായ പാടങ്ങൾ, അവിടെ ഇവിടെ ആയിട്ടൊക്കെ നല്ല ചെറിയ ചെറിയ വീടുകൾ, ഒരു നല്ല പച്ചപ്പ് കാണുന്നില്ല. അതായത് ഒരു സീനറി പോലെ ഒരു കാഴ്ചകളാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന ബോർഡ് ഇതാണ് കണ്ടില്ലേ, പൂന മുംബൈ 320, പൂന 122, 160
62. ഓക്കെ, ഇവിടെ ഭയങ്കര തിരക്കാണ്. വണ്ടിയൊക്കെ ഇങ്ങനെ കണ്ടില്ല പോണത്, നല്ല തിരക്കാണ്. റോഡ് പണി എന്തുണ്ടെന്ന് തോന്നുന്നു. ഹലോ ഗേസ്, ഇപ്പം നമ്മളുള്ളത് പൂന മുംബൈ റൂട്ടിലാണ്. പൂനെക്ക് ഏകദേശം 100 കിലോമീറ്റർ കൂടി ഉണ്ട്. പൂനെ വരെ എത്തുമെന്ന് അറിയില്ല. ഏകദേശം ഒരു 50 കിലോമീറ്ററൊക്കെ പോയി ഇപ്പോൾ ഷിരഡായി വരുന്നുള്ളൂ. അത് 6:30 ഒരു അരമണിക്കൂറൊക്കെ റൈഡ് ചെയ്തിട്ട് പോകാൻ വിചാരിക്കുന്നത്. കണ്ടില്ലേ റോഡ്? ഇവിടുന്ന് ഏതെങ്കിലും ഹോട്ടലോ എന്താ, നല്ല തണുപ്പാണ്. കാണുന്ന ഈ റോട്ടിലുള്ള 4ാമത്തെ ടോൾ ഗേറ്റ് ഇട്ടാണ് ഇത്. 4ഓ 3ഓ എന്നറിയില്ല. ഓ, ഫുള്ള് വണ്ടിയാണല്ലോ. ടോൾ ഗേറ്റ്, കടലൊക്കെ വെക്കുന്നുണ്ട് ഇവിടെ. നമ്മളെ ഈ സൈഡ് കൂടെ പോകും. നമ്മളെല്ലാവരും അവിടെ നിന്നോക്കെ നമ്മളെ ഈ സൈഡ് കൂടെ പോകും. ഞാനിങ്ങനെ ഓരോ സ്വപ്നങ്ങളൊക്കെ കണ്ട് മനസ്സിലിങ്ങനെ വിചാരിച്ച് യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ട് രാത്രിയായ പോലെ. ഞാൻ തന്നെ ചോദിച്ചിട്ട് എവിടെ ഇത് എന്താ സംഭവിച്ചത് നോക്കുമ്പോൾ എന്താണെന്നറിയും, ഞാൻ എന്താ ഇതിൻ്റെ ഉള്ളിൽ, ഈ ഗുഹൻ്റെ ഉള്ളിൽ കിടന്നാണ്, ഈ തുരങ്കത്തിനുള്ളിൽ കിടന്ന ഒരു പെട്ടെന്ന് എനിക്കത് മനസ്സിലായില്ല. അതൊരു ഭയങ്കര സംഭവം തന്നെയല്ല. നിങ്ങൾ നോക്കിയാൽ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെയ്തുകൂടെ? നമ്മളെ നാട്ടിലിപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ എവിടെ ഉള്ളത് നിങ്ങൾക്ക് അറിയാം. നമ്മളെ വയനാട്ടിൽ, ഇടുക്കി എന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ തുറന്നിട്ട് ഗുഹ നമുക്ക് ചെയ്തുകൂടെ? നല്ല അടിപൊളിയാവില്ല? അതിലും വലിയ തുരങ്കല്ലേ ഈ കാണുന്നത്, നിങ്ങൾ കാണുന്നില്ലേ? ഒരു ഭയങ്കര സംഭവമായിരുന്നു. ഹലോ, അപ്പോൾ ഞാനിന്ന് ഞങ്ങൾ റൂമെടുത്ത കഥ എന്ന് വെച്ചാൽ അതൊരു സ്റ്റോറി ആകാൻ മാത്രമുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ തപ്പി വരികയായിരുന്നു. കാരണം ആദ്യം പെട്രോൾ പമ്പ് പെട്ടെന്ന് ഹൈവേയിൽ, ഇവിടെ പിന്നെ ഹൈവേയിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വരെ പെട്ടെന്ന് ചാടി കയറി തിരിഞ്ഞ് പോകാൻ പറ്റില്ല. കാരണം സർവീസ് റോഡൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടാണല്ലോ. അപ്പോൾ പെട്രോൾ പമ്പ് നോക്കുമ്പോൾ പെട്രോൾ പമ്പ് കാണുന്നില്ല. അപ്പോൾ ഏകദേശം പെട്രോൾ റിസർവ് ആയിട്ട് ഏകദേശം കുറേ ആയി. അങ്ങനെ പിന്നെ കുറേ എത്തിയപ്പോൾ പെട്രോൾ പമ്പ് കണ്ടു. പെട്രോളൊക്കെ അടിച്ചു. ഇങ്ങനെ വന്ന് ഭക്ഷണം കഴിക്കാൻ അടുത്തത് നോക്കി. അത് നോക്കിയപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു ഇതൊന്നും കാണുന്നില്ല. അങ്ങനെ തപ്പിയെടുക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ നമ്മുടെ അടുത്തേക്ക് ഫോണായിട്ട് നമ്മൾ പേടിച്ചു പോയി. വേറെ എന്തോ സംഭവമാണ്, എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ പുള്ളി ഫോൺ നമ്മളെ കയ്യിൽ തന്നു. അപ്പോൾ അതും ഒരു ഇന്ത്യക്കാരൻ സംസാരിക്കും. പിന്നെ അപ്പോൾ മലയാളി എന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ടായി ഉള്ളിൽ കൂടെ, മലബാറിയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഫോണ് ആ ഹോട്ടലിലെ വേറെ ആരോ എടുത്ത്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ കേരളക്കാരല്ലേ, നിങ്ങൾ ഇവിടെ പിന്നെ നിങ്ങളുടെ നാട്ടിലുള്ള ആളാണ്, കണ്ണൂരാന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നിങ്ങൾ പിന്നെ എങ്ങോട്ട് പോരും, ഞങ്ങൾ ബാക്കിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യം പേടിച്ചെങ്കിലും പിന്നെ മൂപ്പരെ ഫോളോ ചെയ്ത് തൊട്ടപ്പുറത്തേക്ക് പോയി. അവിടെ പോയപ്പോൾ പുള്ളി ഇങ്ങനെ ഞങ്ങൾ കണ്ണൂരാന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു. പിന്നെ അപ്പം ഹോട്ടൽ അത്യാവശ്യം നല്ല ഹോട്ടലാണ്. ഹോട്ടലിൽ ഭക്ഷണത്തിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടി. ഭയങ്കര മെനു കണ്ടപ്പോൾ ഭയങ്കര റേറ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കും പക്ഷേ കഴിക്കണം, നമ്മൾ സാധാരണ വല്ല ചെറിയ തട്ടുകട കഴിക്കാൻ വിചാരിച്ചപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ പ്രശ്നമാണെങ്കിൽ കഴിച്ചോളി എന്നാണ്. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞ എന്താ ഒരു ഫുഡ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ പൈസ കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരു എന്തോ ദാലല്ല, എൻ്റെ പേരിനോട് മറന്നുപോയി. അതിനെന്താ കറിക്ക് 100 അങ്ങനെ എന്തോ ആണ്. പിന്നെ നമ്മൾ ഈ 3 റൊട്ടി വാങ്ങി. അങ്ങനെ അത് കഴിച്ചു. അത് കഴിച്ചെല്ലാം കൂടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാം. ഏകദേശം അതിന് ഒരു 160 രൂപ. പുള്ളി അത് വാങ്ങിയില്ല. പുള്ളി പറഞ്ഞത് വേണ്ട, കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കൊള്ളി എന്ന് പറഞ്ഞു. മാത്രമല്ല ഞങ്ങൾ തൊട്ടപ്പുറത്ത് പിന്നെ രാജ്ഘട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്.
അവിടെ പോയിട്ട് നിങ്ങൾ റൂം എടുത്തോളി, ഞാൻ പറയാം. അവിടെ 1200 റുപ്യക്ക് റൂമിനുണ്ടാവും. അപ്പോൾ ഞാൻ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ആ റൂം, കാരണം അത്യാവശ്യം നല്ല തണുപ്പൊക്കെ 8 മണി കഴിഞ്ഞു, 8:30 ഇപ്പോൾ റൂം എടുക്കാതെ നിവൃത്തിയില്ല. അങ്ങനെ ഞങ്ങൾ റൂം എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തി. അവിടെ അയാൾ പറഞ്ഞു 1200 റുപ്യ. അപ്പോൾ ഞാൻ ഫോൺ അയാൾക്ക് കൊടുത്തു. അയാൾ അവരോട് സംസാരിച്ചു. അങ്ങനെ മൂപ്പര് ഈ റൂം 1200 റൂം വെറും 600 റുപ്യക്ക് തന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ 600 റുപ്യ പിന്നെ എന്തായാലും കൊടുക്കണമല്ലോ. 600 റുപ്യ കൊടുത്തു. അപ്പോൾ റൂമുണ്ടോ, റൂം ഭയങ്കര ഫെസിലിറ്റി, AC കാര്യങ്ങളെല്ലാം ഉണ്ട്, TV കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ നല്ല കുഷിയും കാര്യങ്ങളും, അങ്ങനെ സുഖമായിട്ട് വന്ന് ഉറങ്ങി. എന്തായാലും മൂപ്പർക്ക് കുട്ടിരാമൻ അങ്ങനെ എന്താണ് മൂപ്പര് പേര്. അപ്പോൾ ഞാൻ അവിടുന്ന് ആ സിറ്റുവേഷനിൽ ചാർജ് തുറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് മൂപ്പരെ കാണിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ ഇപ്പോൾ റൂമിലെത്തി. ഇനി ഏകദേശം ഫ്രഷൊക്കെ ആയി കിടന്നുറങ്ങി. രാവിലെ എണീക്കേണ്ടല്ലേ, കുറച്ച് എഡിറ്റിങ്ങൊക്കെ ബാക്കിയുണ്ട്. അതാണ് നമ്മളെ ഇന്നത്തെ കഥ. ഇനിയിപ്പോൾ രാവിലെ എണീറ്റ് പോകുമ്പോൾ ബാക്കിയുള്ള ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ.